വെൽക്കം ഡിയേഴ്സ്. ഇന്ന് നമുക്ക് കുമ്പളങ്ങ വെച്ചിട്ട് ഒരു ചിക്കൻ കറി വെച്ചാലോ? നമ്മുടെ പാലക്കാടൊക്കെ കല്യാണത്തലേന്ന് കോമൺ ആയിട്ട് വിളമ്പുന്ന ഒരു കറിയാണ് കുമ്പളങ്ങ ചിക്കൻ കറി. അപ്പോൾ അതിന് വേണ്ടി ഒരു മുറി നാളികേരം, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, മല്ലിയില, 2 തക്കാളി, പകുതി കുമ്പളങ്ങ, 3 സവാള, കുറച്ച് ചുവന്നുള്ളി, ഇതെല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേഗം കറി വയ്ക്കാൻ നോക്കാം. ഇതൊരു 1/2 കിലോ ചിക്കൻ ഉണ്ടാവും. പിന്നെ നമ്മുടെ ആ ഒരു മുറി നാളികേരം ചിരകിയത്. ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പിനായിട്ട് 1 സ്പൂണ് പെരിഞ്ചീരകവും, ഒരു 5-6 ചുവന്നുള്ളി, പിന്നെ നമ്മുടെ നാളികേരവും ചേർത്ത് അരച്ചെടുക്കാം. ഇനി നമ്മുടെ കുമ്പളങ്ങ ഈ ഒരു പരുവത്തിൽ നമ്മൾ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ചിക്കൻ കറിയിലേക്ക് വേണ്ട പൊടികൾ നോക്കാം. മുളക് പൊടി വേണം, അല്പം കുരുമുളക് വേണം, കുറച്ച് മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ്, പിന്നെ താളിപ്പിനായിട്ട് കടുക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, പിന്നെ മല്ലിപ്പൊടി വേണം. ഇനി നമുക്ക് ചൂട് കട്ടിയുള്ളൊരു പാത്രം വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം കടുക് പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം ഇഞ്ചി, വെളുത്തുള്ളി ചതച്ച് വെച്ചത് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള വാടിയതിനു ശേഷം നമുക്ക് പച്ചമുളക്, അങ്ങനെ ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കാം. പച്ചമുളക് നല്ലതുപോലെ പച്ചമണം മാറുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി എടുത്ത് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. തക്കാളി നല്ലതുപോലെ വഴന്നു വരുമ്പോൾ നമുക്ക് വേണ്ട പൊടികളിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ആവശ്യമുള്ള പൊടികളെല്ലാം ചേർത്തതിന് ശേഷം ചിക്കൻ ഇട്ട് നല്ലതുപോലെ അതിലേക്ക് ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുമ്പളങ്ങയും കൂടി ചേർത്ത് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. കുമ്പളങ്ങയിൽ ആവശ്യത്തിന് വെള്ളം ഉള്ളത് കൊണ്ട് നമ്മൾ ഇതിലേക്ക് അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. വളരെ ചെറിയ ഒരു ഗ്ലാസ്സിൽ ഒരു 1/2 ഗ്ലാസ് വെള്ളം മാത്രമാണ് ഞാൻ ഇവിടെ ചേർത്തിരിക്കുന്നത്. ഇനി കുക്കർ അടച്ചു വെച്ച് ഒരു വിസിലിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം. ചിക്കനും നമ്മുടെ കുമ്പളങ്ങയും നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന നാളികേരം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഗ്രേവി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ലൂസാക്കാവുന്നതാണ്, തിക്കാക്കാവുന്നതാണ്. അപ്പോൾ ഗ്രേവിക്ക് ഇത്തിരി കട്ടി വേണ്ടവർ നല്ല കട്ടിക്ക് നാളികേരം അരയ്ക്കാം. ഗ്രേവി ലൂസായിട്ട് വേണ്ടവർ ഇത്തിരി വെള്ളം ചേർത്ത് അരയ്ക്കാം. നമുക്ക് ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കി പാകത്തിന് ഉപ്പില്ലെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതൊന്ന് തിളച്ച് വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഈ ഒരു കറിയൊക്കെ ഒന്ന് പരീക്ഷിക്കാവുന്നതാണ്. നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു കറിയാണ്. അപ്പോൾ ദേ നമ്മുടെ ചിക്കൻ കറി തിള വന്നു. നമുക്ക് ആവശ്യത്തിന് വേണ്ട മല്ലിയില വിതറി കൊടുക്കാം. ഇത് ഞാനിവിടെ നമ്മുടെ കുമ്പളങ്ങ ചിക്കൻ കറിയും അല്പം ഇഞ്ചിപ്പുളിയും പിന്നെ ഒരു ചിക്കൻ വറുത്തതും പപ്പടമൊക്കെ കൂട്ടിയിട്ട് നല്ലപോലെ ഊണ് കഴിക്കുകയാണ്. അപ്പോൾ ഇത് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ എല്ലാവരും കറിയൊക്കെ വെച്ച് നോക്കി അഭിപ്രായം അറിയിക്കണം. ബൈ ബൈ.